ഹലോ, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോട്ട് വീണ്ടും സ്വാഗതം. ഇന്നൊരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഫിഷ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള അടിപൊളി റെസിപ്പിയാണ് വന്നിരിക്കുന്നത്. മീൻ കറി എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കാം, മീൻ കറി വെക്കാൻ അറിയാത്തവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് വേറൊരു കാര്യം പറയാണ്ട്, ഇതാണ് കേട്ടോ നമ്മുടെ ഈ ചെറുതാണ് നമ്മുടെ ടീസ്പൂൺ എന്ന് പറയുന്നത്. ഈ വലുത് ടേബിൾ സ്പൂണാണ്. കാരണം ചിലർ അളവ് പറയുമ്പോൾ ടീസ്പൂണിൽ കൊണ്ടുപോയിട്ട് ടേബിൾ സ്പൂണിന്റെ അളവ് ഇടാറുണ്ട്. അപ്പോൾ ടീസ്പൂൺ എന്ന് പറയുന്നത് ചെറുതും അതിന്റെ വലുതാണ് ടേബിൾ സ്പൂണ്. നിങ്ങൾ അളവെടുക്കുമ്പോൾ മാറിപ്പോകരുത്. ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് ടേബിൾ സ്പൂണിൽ തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് മറന്നു പോകാതിരിക്കാനാണ് കേട്ടോ ഇത് കാണിച്ചു തരുന്നത്. ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കാണിച്ചു തരുന്നത്. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാം. അതിനുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീട്ടിലോട്ട് പോകാം. നമ്മൾ കഴുകി വൃത്തിയാക്കിയ ഒരു 600 ഗ്രാം മീൻ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് സാൽമൺ ആണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് 600 ഗ്രാം ഉണ്ട്. പിന്നെ ഫിഷിന് വേണ്ടി കറിക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. നമ്മളത് പിന്നീട് വേണ്ടത് ഒരു 3 തക്കാളി നമ്മൾ ഇതിനുവേണ്ടി എടുക്കുന്നുണ്ട്. ഒരു 3 കുടംപുളി മതി കേട്ടോ. 3 ഇതുള്ള കുടംപുളി. ഞാനൊരു ചെറിയതായതുകൊണ്ടാണ് കേട്ടോ ഞാനിതൊരു 4-5 എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ ഒരു 4-5 കഷ്ണം എടുക്കുക, അല്ലെങ്കിൽ ഒരു 3 കുടംപുളി മതി. നാട്ടിൽ വലുതാണെങ്കിൽ നല്ല പുളിയൊക്കെ ഉള്ള കുടംപുളിയാണെങ്കിൽ ഒരു 3 കഷ്ണം ഇട്ടാൽ മതി. പിന്നെ ഇത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നമുക്ക് ഇതൊരു വലിയ വെളുത്തുള്ളിയാണ്, ഇത്രയും വലുപ്പമുണ്ട് ഇതിന്. അതുകൊണ്ട് ഞാനൊരു 5 കഷ്ണം എടുത്തിട്ടുണ്ട്. നാട്ടിൽ ഒരു ചെറിയതായതുകൊണ്ട് ഒരു മുഴുവനോടെയുള്ള ഒരു തോടം വെളുത്തുള്ളി എടുത്താൽ മതി. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇത്രയാണ് നമുക്ക് ഈ മീൻ കറിക്ക് വേണ്ടി വേണ്ടത്. ഉള്ളിയോ സവാളയോ ഒന്നും വേണ്ട, നമുക്ക് ഇത്ര സാധനം മതി നമുക്ക് വേണ്ടി. ഇതിനു വേണ്ടി നമുക്കിനി നമ്മൾ കഴുകി വെച്ചേക്കുന്ന മീനാണ് കേട്ടോ ഇത്. നമുക്കിനി ഇതിലോട്ട് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് എല്ലാം കൂടെ കൂട്ടി നമുക്കൊന്ന് മിക്സ് ആക്കണം. നല്ലപോലെ ഫിഷിലോട്ട് നമുക്ക് തേച്ച് പിടിപ്പിക്കാം. നമുക്ക് എന്നിട്ട് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. നമ്മളിപ്പോൾ ഇത് നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കാശ്മീർ ചില്ലിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് നേരം നമുക്ക് തേച്ച് വെക്കാം. ഇത് നല്ലപോലെ തേച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് നമുക്ക് തേച്ച് ഇതിൽ വെക്കാം. അപ്പോഴത്തേനും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ റെഡി ചെയ്യാം. നമ്മൾ എടുത്തു വെച്ച തക്കാളി നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് അരിയുക. അരിഞ്ഞതിന് ശേഷം നമ്മളൊരു മിക്സി എടുത്തിട്ട് മിക്സിക്കകത്തിട്ട് അടിച്ച് നമ്മൾ ചാറ് പോലെ ആക്കി എടുക്കണം. ഒരു 3 തക്കാളി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 600 ഗ്രാമിന് ഒരു 3 തക്കാളി നമ്മൾ എടുത്തിട്ടുണ്ട്. മീഡിയം ഒരു 3 തക്കാളി നമ്മൾ ആണ് എടുത്തേക്കുന്നത്. അതുപോലെ നമ്മൾ എടുത്തു വെച്ച ജിഞ്ചർ ഗാർലിക്ക് നമ്മൾ ഇതുപോലെ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും നമ്മൾ ഇങ്ങനെ ചെയ്ത് വെക്കുക. നമ്മുടെ കുടംപുളി ഞാൻ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് കുതിരാൻ വേണ്ടി. നല്ലപോലെ ഉണങ്ങിയ കുടംപുളി ആയതുകൊണ്ട് ഒന്ന് കുതിരാൻ വേണ്ടി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മളൊരു പാലെടുത്ത് ചൂടാക്കാൻ വേണ്ടി വെക്കുക. മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടി ഉള്ളവർ മൺചട്ടി യൂസ് ചെയ്യുക. അല്ലാത്തവർ സാധാരണ ഏതെങ്കിലും നമ്മൾ സാധാരണ കറി വെക്കുന്ന ഒരു പാത്രം എടുത്ത് ചൂടാക്കാൻ വേണ്ടി വെക്കുക. ഏകദേശം ഇത് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതിയാവും. ഞാനിപ്പോൾ സ്പ്രേ ചെയ്യുവാണ്. നിങ്ങളൊരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഇതിലോട്ട് ഒഴിക്കുക. നമ്മൾ പാൻ എടുത്തിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം ഏകദേശം നമ്മുടെ എണ്ണ ചൂടായി. നമുക്ക് ഇതിലോട്ട് കുറച്ച് കടുക് നമുക്ക് ഇടാം. ഈ കടുകിന് പ്രത്യേക ഒരു അളവിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്കൊരു നുള്ളു കടുക് ഇട്ടാൽ മതി. നമ്മൾ കുറച്ച് കടുക് ഇട്ടു. നമ്മുടെ കടുക് ഏകദേശം പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഈ കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതോടെ നമ്മൾ അരച്ച് വെച്ച ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് ഈ എണ്ണയിലോട്ട് ഇടാം. നമുക്കിനി ഇത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ പേസ്റ്റ് ആക്കിയത് നമുക്ക് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ഏകദേശം ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മൂപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ സ്മെല്ലൊക്കെ മാറി ഒന്ന് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ബ്രൗൺ കളർ ആകുന്ന പോലെ ഒന്ന് മൂപ്പിച്ചത് നല്ലപോലെ ഒന്ന് എടുക്കണം. നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കി നല്ലപോലെ മൂത്തു. നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. നമ്മൾ തീ സ്ലിമ്മേ വെക്കണം. നമുക്ക് അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലിയും കൂടി ഇടണം. 2 ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലി ഇട്ടു. ഇനി നമുക്ക് റെഡിമെയ്ഡായിട്ട് വരുന്ന ഫിഷ് മസാലയുണ്ട്. അത് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഫിഷ് മസാലയും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർക്കണം. അതിനുശേഷം നമുക്കൊരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ നമുക്ക് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം.
തീ സ്ലിമ്മിലിടണം. നല്ലപോലെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. തീ കുറച്ചിട്ട് വേണം മൂപ്പിക്കാൻ, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും. നമ്മുടെ ഏകദേശം നമ്മുടെ മസാല ഇപ്പം നല്ലപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മസാലയെല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത തക്കാളിയാണ്. ഈ തക്കാളി ഞാൻ പേസ്റ്റ് ആക്കിയായിരുന്നു. ഈ പേസ്റ്റ് ആക്കിയ തക്കാളി നമുക്ക് ഈ മൂപ്പിച്ച് വെച്ചേക്കുന്ന മസാല ഇട്ട് കൊടുക്കാം. തക്കാളി ഇതിലോട്ട് ഇട്ടു. അത് ഇളക്കി കൊടുക്കുക. അതുപോലെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച കുടംപുളിയാണിത്. ഈ കുടംപുളിയും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഈ തക്കാളിയും ഇതും കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇപ്പോൾ ഒരു നല്ല തിക്ക് ഗ്രേവി പോലെ ആയിട്ടുണ്ട്. നമുക്ക് നല്ല അടിപൊളി, നമുക്ക് നല്ല ഗ്രേവി, നല്ല തിക്കായിട്ടുള്ള ഫിഷ് കറിയാണ് കേട്ടോ നമുക്ക് ഉണ്ടാക്കി കിട്ടുന്നത്. ഇതിങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഇപ്പൊ ഏകദേശം നമ്മുടെ മസാലയും തക്കാളിയും എല്ലാം കൂടെ ഇട്ടതെന്ന് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയതുകൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ചും കൂടെ ലൂസ് ആക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു നോക്കുക. ഏകദേശം നമുക്കറിയാലോ ഒരു ഗ്രേവിയുടെ ഒരു ലൂസ്, നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി ലൂസായിട്ട് വേണം എന്നുള്ള അതിൻ്റെ അനുസരിച്ച് നമ്മളൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു ഇതായിട്ടുണ്ട്. നമ്മളിനിയും ഏകദേശം അത് നമ്മൾ വെള്ളം ചേർത്തു, അത് ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഫിഷ് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പം നമ്മുടെ മീൻകറി ഇങ്ങനെ തിളച്ച് മറിയാണ്. നമ്മുടെ കണ്ടോ കറക്റ്റ് ഗ്രേവിയൊക്കെ നല്ല കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മളൊന്ന് വെള്ളം കണ്ടമാനം തിക്കാണെങ്കിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇടയ്ക്കൊന്ന് കൊടുത്തു നോക്കുക. നിങ്ങളുടെ ആവശ്യത്തിന് ഗ്രേവി എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് ഗ്രേവി ഒന്ന് ലൂസാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും. ഒരു 15-20 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീനൊക്കെ വെന്ത് കിട്ടും. ഇത് നമ്മുടെ മീനൊക്കെ നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. നല്ല അടിപൊളി ഗ്രേവി ആയിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല അടിപൊളി ആയിട്ടുണ്ടെന്ന്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. നമുക്ക് പൊറോട്ടയ്ക്കും കപ്പയ്ക്കും ചോറിനും എല്ലാത്തിനും നമുക്ക് ഈ ഒരു കറി നല്ല കോമ്പിനേഷൻ ആണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എന്നിട്ട് അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.